വാവര നടയിൽ ഇരിക്കുന്ന ഒരാൾ ഇന്നേ വരെ അയ്യപ്പനെ പോയി ദർശിച്ചിട്ടുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഒരു ഇസ്ലാം സമുദായത്തിൽ അങ്ങനെ ഭസ്മം കൊടുക്കാൻ അവരുടെ സമുദായം അനുവദിക്കുന്നുണ്ടോ? അവരുടെ മതം അനുവദിക്കുന്നുണ്ടോ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകദൈവ വിശ്വാസമാണ്. അവർ അള്ളാഹു അല്ലാതെ മറ്റാരെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കത് അനുവദനീയമല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ വന്നിരിക്കുന്നത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. അതുപോലെ തന്നെയാണ് എരുമേലിയെ സംബന്ധിച്ചിടത്തോളം നൈനാൻ മസ്ജിദാണത്. അതിനെ വാവര് പള്ളിയാക്കി മാറ്റിയതാണ്. പള്ളിക്ക് അകത്തേക്ക് പോലും അവരെ കയറ്റത്തില്ല. പള്ളിയുടെ പുറത്തൊരു പ്രദക്ഷിണം വെച്ച് പോകണം. ആ പ്രദക്ഷിണ വഴിയിൽ നാളികേരം ഉടയ്ക്കാൻ സ്ഥലം വെച്ചിട്ടുണ്ട്. പള്ളിക്കകത്ത് ഇവിടെ നാളികേരം ഉടയ്ക്കുന്നത് ഏത് പള്ളിയിലാണ് നാളികേരം ഉടയ്ക്കുന്ന കണ്ടിട്ടുള്ളത്? അവിടെ ഭണ്ഡാരം വെച്ചിട്ടുണ്ട്, പൈസ ഇടുക. തിരിച്ചു വരുമ്പോ ആ പ്രദക്ഷിണം വെച്ച് വരുമ്പോ അവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് അള്ളാഹു മാത്രമാണ് ദൈവം, അള്ളാഹുവിനെ മാത്രമേ വിശ്വസിക്കാവൂ, മറ്റൊന്നും വിശ്വസിക്കാൻ പാടില്ല, അതെല്ലാം ഹറാമാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് എഴുതി വെച്ചിട്ട് ഇവിടെ അയ്യപ്പന്മാരെ പറ്റിക്കുകയില്ല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വാവരും അയ്യപ്പനുമായിട്ട് ബന്ധമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം കഴിഞ്ഞ 3 ദേവപ്രശ്നങ്ങളിൽ അത് വ്യക്തമായി തെളിഞ്ഞതാണ്. അതായത് വാവരെ ഞങ്ങൾക്ക് ആരാധിക്കേണ്ട, പക്ഷെ ഹിന്ദുക്കളെ കൊണ്ട് ആരാധിപ്പിക്കണം എന്ന് ആർക്കാണ് ഇത്ര നിർബന്ധം? എന്തുകൊണ്ടാണ് എല്ലാ കാലത്തും ചില പ്രത്യേക വിഭാഗക്കാര് നിരന്തരം ശബരിമലയെ മാത്രം ഇത്തരത്തില് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഈ ജാതി മത വർണ്ണ ഭേദങ്ങൾക്ക് അതീതമായിട്ട് എല്ലാവരെയും ഒന്നായിട്ട് ഭക്തനെ ഭഗവാനാക്കി ഉയർത്തുന്ന ഒരു കേന്ദ്രമായതുകൊണ്ടാണോ അതിനെ നശിപ്പിക്കാനായിട്ട് നിരന്തരം ശ്രമിക്കുന്നത്? അതുപോലെ തന്നെ വാവര് എന്നുള്ള വരുമാന മാർഗം അത് ഹിന്ദുക്കളുടെ മാത്രം തലയിൽ കെട്ടിവെച്ച് വാവരുടേത് എന്ന് പറയുന്ന സമുദായക്കാരും വാവരെ ദർശിക്കാതിരിക്കുന്നതിനും കാരണം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. വാവർ എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായ സങ്കല്പമാണ്. വാപുരനാണ്. ആ വാപുരന്റെ പ്രതിഷ്ഠ 1950 മുമ്പ് വരെ എരുമേലിയിലും ഉണ്ടായിരുന്നു. അതോടൊപ്പം മണിമണ്ഡപത്തിനടുത്ത് വാപുരന്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. ഈ തീ പിടിച്ച് ആ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് അന്ന് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തപ്പോ ദേവസ്വം ബോർഡ് അന്നൊരു ഓർഡിനൻസ് ഇറക്കി. അതായത് ഈ ക്ഷേത്രത്തിൽ പരമ്പരാഗതമായി ഓരോ ഇതുള്ള സ്ഥാനങ്ങളുള്ളവർ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അറിവില്ലാത്തതുകൊണ്ടോ പലരും ആരും മുന്നോട്ട് വന്നില്ല. അന്ന് ചീരപ്പഞ്ചിറക്കാർക്കായിരുന്നു അന്ന് അവിടെ വെടിവെക്കാനുള്ള വാശി. കാരണം അത് അന്ന് ചീരപ്പഞ്ചിറ എന്ന് പറയുമ്പോൾ അവരൊരു കമ്മ്യൂണിസത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അറിയാമല്ലോ, ചീരപ്പഞ്ചിറയിലാണ് AKGയുടെ ഭാര്യ സുശീല ഗോപാലിന്റെ കുടുംബമാണ് ചീരപ്പഞ്ചിറ. അപ്പൊ അവർക്ക് ഇനിയും ശബരിമലയിലെ അവകാശമൊന്നും വേണ്ട, ഞങ്ങൾക്ക് അങ്ങനെ ഈ ശരിയമായ ഒന്നും വേണ്ട എന്ന് അവർ പിന്മാറി. അപ്പൊ അത് കഴിഞ്ഞപ്പോ ആ സമയത്താണ് ഇങ്ങനൊരു വാവർ എന്ന് പറഞ്ഞിട്ടൊരു അവർ ബുദ്ധിപരമായിട്ട് ചെയ്തൊരു കാര്യമാണ്. കാരണം അതിന് അവര് ഹാജരാക്കിയത് ചെമ്പഴന്നൂർ പട്ടയം എന്ന് പറഞ്ഞിട്ട് 2 പട്ടയങ്ങളാണ്. അതായത് പന്തളം രാജാവ് കൊടുത്തു എന്ന് പറയുന്നത്. പക്ഷെ അത് രണ്ടും വ്യാജമാണ് കേട്ടോ. അതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയത്, അതിനെപ്പറ്റി പഠിച്ചാൽ മനസ്സിലാവും, വ്യാജമായി നിർമ്മിക്കപ്പെട്ടതാണ്. അങ്ങനെയാണ് ഈ വാവർ അവിടെ വരുന്നതും വാവർക്ക് അവിടെ സ്ഥാനം കിട്ടുന്നതും. ഞാൻ ചോദിക്കട്ടെ, ഈ വാവര നടയിൽ ഇരിക്കുന്ന ഒരാൾ ഇന്നേ വരെ അയ്യപ്പനെ പോയി ദർശിച്ചിട്ടുണ്ട്? അവർ പടി ചവിട്ടി മോളി വന്ന് ദർശനം നടത്താറില്ല. അവർ താഴെ ഇരുന്ന് അവിടെ വരുന്ന ആൾക്കാരെ നിന്ന് പൈസ കിട്ടുക എന്നുള്ള മാത്രമാണ് ഉദ്ദേശം. മാത്രമല്ല, പണ്ട് കാലത്തോട്ട് ആൾക്കാർ അവിടെ കൊണ്ട് കൊടുക്കുന്ന കുരുമുളകിന്റെ വില അറിയാമല്ലോ. കുരുമുളകാണ് അവിടെ കൊണ്ട് തള്ളുന്നത്. പകരം ഒരു നുള്ളു ഭസ്മമാണ് അവർ തിരിച്ചു കൊടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഇസ്ലാം സമുദായത്തിൽ അങ്ങനെ ഭസ്മം കൊടുക്കാൻ അവരുടെ സമുദായം അനുവദിക്കുന്നുണ്ടോ? അവരുടെ മതം അനുവദിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാര്യം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകദൈവ വിശ്വാസമാണ്. അവർ അള്ളാഹു അല്ലാതെ മറ്റാരെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കത് അനുവദനീയമല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ വന്നിരിക്കുന്നത് പൈസ ഉണ്ടാക്കാനുള്ളൊരു ശ്രമം മാത്രമാണ്. അതുപോലെ തന്നെയാണ് എരുമേലിയെ സംബന്ധിച്ചിടത്തോളം നൈനാൻ മസ്ജിദാണത്. അതിനെ വാവര് പള്ളിയാക്കി മാറ്റിയതാണ്. വാവരും ആ മസ്ജിദുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വാവരനും വേറെ, മസ്ജിദ് വേറെ. അവിടെ അയ്യപ്പന്മാർ വരുമ്പോ അയ്യപ്പന്മാർ അതിനകത്ത് കയറുമ്പോൾ അതിനകത്ത് പള്ളിക്ക് അകത്തേക്ക് പോലും അവരെ കയറ്റത്തില്ല. പള്ളിയുടെ പുറത്തൊരു പ്രദക്ഷിണം വെച്ച് പോകണം. ആ പ്രദക്ഷിണ വഴിയിൽ നാളികേരം ഉടയ്ക്കാൻ സ്ഥലം വെച്ചിട്ടുണ്ട്. പള്ളിക്കകത്ത് ഇവിടെ നാളികേരം ഉടയ്ക്കുന്നത് ഏത് പള്ളിയിലാണ് നാളികേരം ഉടയ്ക്കുന്ന കണ്ടിട്ടുള്ളത്? ആ നാളികേരം ഉടയ്ക്കാൻ വെച്ചിരിക്കുന്ന ഒരു വലിയ ഹോള് പോലെ സ്ഥലമാണ്. അവിടെ ഒരു ചെറിയ കല്ല് വെച്ചിട്ടുണ്ട്. കൃത്യമായി നാളികേരം എറിഞ്ഞാൽ ആ കല്ല് കൊണ്ടാ പൊട്ടും, ഇല്ലെങ്കിൽ ചുറ്റും പലക അടിച്ചിരിക്കുക. അപ്പൊ മിക്കവാറും അയ്യപ്പന്മാർ എറിയുന്ന ഈ നാളികേരം പലകയിൽ തട്ടി
നേരെ താഴെ കുഴിയിലേക്ക് പോകും. ഇത് തന്നെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും വിൽക്കാൻ വരും. അപ്പം പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പൈസ ഇടുക, അവിടെ ഭണ്ഡാരം വെച്ചിട്ടുണ്ട്, പൈസ ഇടുക. തിരിച്ചു വരുമ്പോ ആ പ്രദർശനം വെച്ച് വരുമ്പോ അവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് അള്ളാഹു മാത്രമാണ് ദൈവം, അള്ളാഹുവിനെ മാത്രമേ വിശ്വസിക്കാവൂ, മറ്റൊന്നും വിശ്വസിക്കാൻ പാടില്ല, അതെല്ലാം ഹറാമാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് എഴുതി വെച്ചിട്ട് ഇവിടെ അയ്യപ്പന്മാരെ പറ്റിക്കുകയില്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട്. അപ്പൊ ഇവര് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവർ അയ്യപ്പ വിശ്വാസികളാണ്. ഇവരവിടെ അയ്യപ്പന്മാർക്ക് ഭസ്മം കൊടുക്കുന്നു. ആ ഭസ്മം കൊടുക്കുന്ന ആള് നെറ്റിയിൽ ഭസ്മം അണിയുന്നുണ്ടോ? അവര് പ്രസാദം കൊടുക്കുമ്പോ അവരണിയുന്നുണ്ടോ? അവര് അയ്യപ്പനെ എന്നെങ്കിലും വന്ന് അവര് ശബരിമലയിൽ നടയിൽ വന്ന് ദർശനം നടത്തിയിട്ടുണ്ടോ? അവർക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ദർശനത്തിന് അവർ സുഖമായിട്ട് അവർക്ക് പോയി തൊഴാന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അവിടെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. പക്ഷെ ഇന്നേ വരെ അവരാരും അവിടെ പോയി ദർശനം നടത്തിയായിട്ട് എന്റെ അറിവിലില്ല. അപ്പം അങ്ങനെ വരുമ്പോ ഇത് വെറുതെ നമ്മുടെ പാവപ്പെട്ട അയ്യപ്പന്മാരെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢതന്ത്രമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ. ഇനിയെങ്കിലും ഒരു കാലത്ത് അന്ന് ഹിന്ദുക്കളുടെ ജാഗ്രത കുറവാണ് ഇത് വാവരായി മാറിയത്, വാവരായി മാറിയത്. ആ ജാഗ്രത കുറവ് ഇന്നത് മാറിയിട്ടുണ്ട്. ഇന്ന് കുറച്ചുകൂടെ ഹിന്ദുക്കൾ കുറച്ചുകൂടെ ജാഗരൂകരാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു മാറ്റം വരേണ്ട കാലഘട്ടമായി. അത് അയ്യപ്പസ്വാമി തന്നെ തീരുമാനിച്ചതാണ്. കാരണം ഈ വാവരും അയ്യപ്പനുമായിട്ട് ബന്ധമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം കഴിഞ്ഞ 3 ദേവപ്രശ്നങ്ങളിൽ അത് വ്യക്തമായി തെളിഞ്ഞതാണ്. ദേവപ്രശ്നം എന്ന് പറയുമ്പോൾ എന്താണ്? ഭഗവാന്റെ ഹിതം അറിയാനാണ് ദേവപ്രശ്നം. ഇപ്പൊ നമുക്ക് ഭഗവാൻ നേരിട്ടിറങ്ങി നമ്മളത് പറയില്ലല്ലോ, എനിക്ക് ഇത്ര പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ശരിയാണെന്ന്. അപ്പൊ നമുക്ക് ചില സൂചനകളാണ് കിട്ടുന്നത് ക്ഷേത്രത്തിൽ നിന്ന്. ചില സൂചനകളുടെ അടിസ്ഥാനമാക്കിയാണ് എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് ദേവപ്രശ്നം വെച്ച് നോക്കണം. അല്ലെങ്കിൽ തന്നെ ഒരു സൂചന ഇല്ലെങ്കിലും ഒരു വ്യാഴവട്ടത്തിലൊരിക്കൽ ദേവപ്രശ്നം വെക്കണമെന്നാണ്. 12 വർഷത്തിലൊരിക്കൽ ദേവപ്രശ്നം വയ്ക്കണം. അല്ലാതെ ദേവപ്രശ്നം വയ്ക്കുന്ന ചില സൂചനകൾ കിട്ടുമ്പോഴാണ്. അങ്ങനെ ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ 3 പ്രാവശ്യം ദേവപ്രശ്നം വെച്ചപ്പോഴും ആ ദൈവജ്ഞന്മാർ വ്യക്തമായിട്ട് പറഞ്ഞു അയ്യപ്പന് ഹിതമല്ല വാവരുടെ സ്ഥാനം. പക്ഷേ ദേവസ്വം ബോർഡ് അത് മാറ്റാൻ തയ്യാറായിട്ടില്ല. ബാക്കി ദേവപ്രശ്നത്തിലെ പല പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഒരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിലാണ് ഗണപതി ഹോമം നടക്കുന്നത്. ആ ഗണപതി ഹോമം നടത്തുന്നതിന് മുമ്പ് ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ടുതൊട്ടേ ഉണ്ട്. ഒരു വിഗ്രഹം വെച്ചിട്ട് അതിന്റെ മുമ്പിലാണ് ഗണപതി ഹോമം നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദേവപ്രശ്നത്തിൽ പറഞ്ഞ് ആ വിഗ്രഹം അവിടുന്ന് മാറ്റണം, അതിന് പ്രത്യേക സ്ഥാനം വേണം, മാളികപ്പുറത്ത് പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു. അത് പ്രതിഷ്ഠിച്ചു. മാളികപ്പുറം ദേവിയുടെ ഇടതുവശത്തായിട്ട് ആ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ദേവപ്രശ്നം അവർക്ക് പാലിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇത് പാലിച്ചുകൂടാ? അങ്ങ് ഈ അടുത്തിടെ ഒരു വീഡിയോ കണ്ടോ എന്ന് എനിക്കറിയില്ല. സോഷ്യൽ മീഡിയയിലെല്ലാം വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ്. അവരുടെ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു മതപണ്ഡിതനാണെന്ന് തോന്നുന്നു. അദ്ദേഹം ആ വീഡിയോയിൽ കൂടി പറയുകയാണ്, അയ്യപ്പന് പുലിപ്പാല് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് വാവരാണ് അദ്ദേഹത്തിനെ സഹായിച്ച്, വാവരാണ് യഥാർത്ഥത്തിൽ ദൈവിക ശക്തിയുള്ള വ്യക്തി, അതുകൊണ്ട് അയ്യപ്പൻ അദ്ദേഹത്തിന്റെ സഹായം തേടുകയായിരുന്നു എന്നുള്ള ഒരു സ്ക്രിപ്റ്റ് വരെ എത്തി. ഇക്കണക്കിന് ശബരിമലയും വഖഫ് കൊണ്ടുപോകുമോ? ഞാനത് കണ്ടു. അത് കണ്ടത് അതിൽ പറയുന്നത് എന്താണ്? അയ്യപ്പൻ പുലിപ്പാലിന് വേണ്ടി എരുമേലിയിൽ എത്തിയപ്പോ വാവരെ കണ്ടു. വാവര് ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പുലിപ്പാല് വേണം, അത്രേ ഉള്ളൂ. അങ്ങനെ പുലിയെ വിളിച്ച് അയ്യപ്പനെ പുലിപ്പുറത്ത് കയറ്റി പമ്പയിൽ പന്തളത്തേക്ക് വിട്ടത് വാവരാണ്. ആ പന്തളത്ത് അയ്യപ്പൻ ചെന്നിട്ട് അയ്യപ്പൻ പറഞ്ഞു എനിക്കിനി ഭരണവും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് വാവരെ കാണണം, എനിക്ക് എന്റെ വാവരെ വേണം എന്ന് പറഞ്ഞ് തിരിച്ച് അയ്യപ്പൻ എരുമേലി വന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ സ്വാമി ശരണം എന്ന് പറയുന്നത് അറബിലെ 2 വാക്കുകളാണ്. അതിൽ നിന്നാണ് സ്വാമി ശരണം ഉണ്ടായത്. ആലോചിച്ച് നോക്കി, എന്തെല്ലാം വിഡ്ഢിതങ്ങൾ നമ്മൾ കേൾക്കണം. ഈ പറയുന്ന ഇതെല്ലാം ഈ ഹിന്ദുക്കളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാനല്ലേ ശ്രമിക്കുന്നത്. ഇനിയെങ്കിലും ഇവർക്ക് മനസ്സിലാക്കി ഇതെല്ലാം ഈ പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുകയില്ല. എന്നിട്ടും നമ്മൾ വീണ്ടും പോയി വാവരെന്ന് പറഞ്ഞിട്ട് അവിടെ നടയിൽ കയറി അവിടെ പൈസ ഇട്ട് അവിടെ തേങ്ങ അടിച്ച് എന്തിനാ ഇതിന്റെ ആവശ്യം? ഇത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് നമ്മൾ പ്രത്യേകിച്ച് ആന്ധ്ര, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ അവർ കഠിന വ്രതം അനുഷ്ഠിച്ച് വരുന്നവരാണ്. സ്വന്തം ഭാര്യയെ കാണാതെ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ മകളെ പോലും കാണാതെ അത്രയും വ്രതം അനുഷ്ഠിച്ച്. ഇപ്പോഴും ഞാൻ ഈയിടയ്ക്ക് ആന്ധ്രയിൽ ഒരു ആവശ്യത്തിന് പോയപ്പോൾ
കഴിഞ്ഞ സീസണിൽ അവിടെ ഒരു അയ്യപ്പ ഒരു സംഗമത്തിന് എന്നെ ക്ഷണിച്ചിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ കണ്ടത് ഒരു വീടെടുത്തിട്ട് ഒരു 10-40 പേര് ആ വീട്ടിൽ താമസിക്കുകയാണ്. അവർ ഈ 41 ദിവസം അവിടെ താമസിക്കുന്നു. അത് പലരും വലിയ ഉദ്യോഗസ്ഥരാണ്. അവരെല്ലാം കറുത്ത മുണ്ടും കറുത്ത ഉടുപ്പും ഇട്ട് ചെരുപ്പ് ധരിക്കാതെ ആ രീതിയിലാണ് അവർ 41 ദിവസം വ്രതം എടുത്തിട്ടാണ് അവർ വരുന്നത്. അവർ വരുന്നത് വെച്ചാൽ ഓരോ പ്രാവശ്യം അവർ ഇരുമുടി താഴെ ഇറക്കി വെച്ചാൽ വീണ്ടും പൂജിച്ച് കർപ്പൂര ആരതി ഒഴിഞ്ഞിട്ടാണ് ഇരുമുടി. അത് അവരെ കൂടെ ഗുരുസ്വാമി ഉണ്ടാവും. ആ ഗുരുസ്വാമി വേണം പിടിച്ചു കൊടുക്കാൻ കെട്ട്. ആ രീതിയിൽ വരുന്ന അവർ ഈ എരുമേലിയിൽ വന്ന് പേട്ട തുള്ളിയിട്ട് വാവര് പള്ളിയിൽ കയറുന്നതോടുകൂടി അവരുടെ വ്രതം മുടങ്ങുകയല്ലേ. ഞാൻ ചോദിക്കട്ടെ, വാവര് പള്ളിയിൽ ഇരിക്കുന്ന ഒരാള് അയാൾ വ്രതധാരിയാണ്. അയാൾ രാവിലെ മത്സ്യമാംസാദികളെ കഴിച്ചിട്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. അവരാണ് കൊടുക്കുന്നത് ഭസ്മം. അതിനകത്ത് എന്താണ്? അതിനകത്ത് ശവകുടീരമാണ്. ഇത്രയും ദിവസം കഠിനവ്രതം നോക്കിയതിനൊന്നും അവിടെ എത്തുമ്പോ ഫലമില്ലാതാവുകയാണ്. ആ വ്രതഭംഗം വരെയല്ലേ, അത് മനസ്സിലാക്കുന്നില്ല അവര്. ആ വ്രതഭംഗമാണ് അവർക്ക് സംഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് വാവര് നടയിൽ. വാവര് ഒരു കാരണവശാലും വാവര് നടയിൽ പോകാനോ വാവര് പള്ളിയിൽ കയറാം. വാവര് പള്ളിയല്ലത്. വാവര് പള്ളി എന്നൊക്കെ ഒരു പറഞ്ഞുണ്ടാക്കുന്നില്ലേ, അത് യഥാർത്ഥത്തിൽ നൈനാൻ മസ്ജിദാണ്. അതിനെ വാവര് പള്ളി ആക്കിയതാണ്. ഈയിടയ്ക്ക് ഒരു ചാനലിന്റെ ഒരു ഡിബേറ്റില് എന്നോടൊപ്പം മഹൽ കമ്മിറ്റിയുടെ ചങ്ങനാശ്ശേരിയിലെ ഒരു നൌഷാദ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹവും ഞാൻ ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വാവര കുടുംബത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇസ്ലാമികമാണ് അവരുടെ ഈ കർമ്മങ്ങളെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വാവര് പള്ളിയിൽ കയറി പോവാം, ഞങ്ങൾക്ക് പുറത്ത് തടയാൻ പറ്റുമോ? ഞങ്ങൾ പറയുന്നില്ലല്ലോ അവിടെ വരാൻ. അവിടെ ഇസ്ലാം നിയമങ്ങളല്ല അവരനുശാസിക്കുന്നത് എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കിയപ്പോ അവർക്ക് പോലും വേണ്ടാത്ത വാവരെ എന്തിനാണ് നമ്മൾ ചുമക്കുന്നത്? അത് ഇനിയും മനസ്സിലാക്കൂ. അതായത് വാവരെ ഞങ്ങൾക്ക് ആരാധിക്കേണ്ട, പക്ഷെ ഹിന്ദുക്കളെ കൊണ്ട് ആരാധിപ്പിക്കണം എന്ന് ആർക്കാണ് ഇത്ര നിർബന്ധം? അതാ അവരും പറയുന്നത് അതാണ്, ഞങ്ങൾക്ക് നിർബന്ധം ഇല്ല. പിന്നെ ആർക്കാ നിർബന്ധം? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന് പറഞ്ഞുകൂടാ കഴിഞ്ഞ 3 ദേവപ്രശ്നങ്ങളിൽ വാവർക്ക് ബന്ധമില്ല, വാവരുടെ നട ഇവിടെ പാടില്ല എന്ന് പറയാമല്ലോ? അയ്യപ്പന്റെ ഹിതമറിയാനാണല്ലോ ദേവപ്രശ്നം വയ്ക്കുന്നത്. ആ ദേവപ്രശ്നത്തിന്റെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അത് എന്തുകൊണ്ട് പുറത്ത് പറയുന്നില്ല? പുറത്ത് പറയണമല്ലോ. അയ്യപ്പന് ഹിതമല്ല. പറയല്ലോ, വാവര് പള്ളിയും ശബരിമലയുമായിട്ട് ബന്ധമില്ല, വാവര് പള്ളിയിൽ അയ്യപ്പന്മാർ പോകേണ്ട കാര്യമില്ല, ദേവസ്വം എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അത് മാത്രമല്ല, വാപുര ക്ഷേത്രം പുനഃസ്ഥാപിക്കണം എന്നുള്ളത് നടക്കുമോ? അല്ലെങ്കിൽ ഈ സർക്കാർ നടത്തുമോ? ഈ സർക്കാർ നടത്തുമെന്ന് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ അയ്യപ്പസ്വാമി അനുഗ്രഹിച്ചാൽ, ഞാൻ വാക്ക് തരുന്നു, അടുത്ത മണ്ഡലകാലത്ത് എരുമേലിയിൽ ഒരു വാപുര ക്ഷേത്രം ഉയരും. ഭഗവാൻ അനുഗ്രഹിക്കണം, ഭഗവാനെ വിശ്വസിക്കുന്ന ലോകത്തുള്ള ഭക്തർ അനുഗ്രഹിക്കണം. ഭക്തർ കൂടെ നിന്നു കഴിഞ്ഞാൽ ഞാൻ ഒപ്പം ഉണ്ടാവും, ഞാൻ അതിന് മുന്നിലുണ്ടാവും, അയ്യപ്പസ്വാമി മുന്നിലുണ്ടാവും. അതായത് വിശ്വ ഹിന്ദു പരിഷത്ത് മുൻകൈ എടുത്ത് ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തന്മാര് സഹകരിച്ചാൽ നമുക്ക് വാപുര ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ സാധിക്കും അല്ലെ? തീർച്ചയായും സാധിക്കും. കാരണം അതിന് ഞങ്ങൾ തയ്യാറാണ്. അതിന് അയ്യപ്പ ഭക്തർ തയ്യാറായാൽ, അവർ മുന്നിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് സാധിക്കും. വാവർ എന്നുള്ള കെട്ടുകഥ പൊളിക്കാൻ, ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല മാർഗം അത് തന്നെയാണ് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് തന്നെയാണ് യഥാർത്ഥ മാർഗം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വാവര് പള്ളിയിൽ പോകരുത് എന്ന് നമുക്ക് പറയാം. പക്ഷെ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് അറിയില്ല. അവർ വിചാരിക്കും ഇതൊരു ആചാരമാണ്, ആ ആചാരത്തിന്റെ ഭാഗമാണെന്ന് ആ പാവങ്ങൾ ധരിക്കുന്നതാണ്. ഇപ്പം അതുപോലെ വേറൊരു കാര്യം അറിയാമോ? ഈ ഇടയ്ക്ക് നമ്മൾ ശബരിമല വരുന്ന പല തമിഴിൽ നിന്നും അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ആൾക്കാർ കഴുത്തിലൊരു മണിയും കെട്ടി തൂക്കി വരും. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണികണ്ഠനാണ്, കഴുത്തിൽ മണിയുമായിട്ട് ജനിച്ച ആളാണ്, അതുകൊണ്ട് ഞങ്ങൾ മണി കെട്ടി വരുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞ എന്താണ് മണികണ്ഠൻ? മണിയല്ല, കിളിക്കണ മണിയല്ലത്. മണി എന്ന് പറയുന്നത് രത്നമാണ്. കണ്ഠത്തിൽ രത്നത്തോടുകൂടി ജനിച്ച ആളാണ്, അതാണ് മണി, അതാണ് സംസ്കൃതത്തിലെ മണി. അതിന് പകരം കിളിക്കണ മണിയും കെട്ടി വന്നിരിക്കുന്നതല്ല. അതുപോലെ ശബരിമല ക്ഷേത്രത്തിന്റെ ആ സൈഡിൽ ഇവർ കൊണ്ടുവന്ന് മണി കൊണ്ട് കെട്ടും. കെട്ടിയിട്ട് ആ മണി തിരിച്ച് പിടിച്ചു വാങ്ങിക്കാൻ വേണ്ടി അടിയും പിടിയും ബഹളമാണ് അവിടെ. ഓരോ അനാചാരങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ മാളികപ്പുറത്ത് നാളികേരം ഉരുട്ടുന്നത് അവിടുത്തെ ഒരു ആചാരമൊന്നും അല്ലത്. ആരോ ഒരാൾ ഉരുട്ടി, അത് കണ്ട് വീണ്ടും ഉരുട്ടാൻ തുടങ്ങി.
അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് ആരെങ്കിലും പറയുമ്പോ ഒരു ധാരണയും കൂടെ തിരുത്തണമെന്ന് തോന്നുന്നു. മാളികപ്പുറത്ത് അമ്മ തന്നെ മാതൃസങ്കല്പത്തിലുള്ളതാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതിന് രണ്ട് രീതിയുണ്ട്. ഒന്ന്, ഈ പന്തള രാജ്യം എന്ന് പറയുന്നത് പാണ്ഡ്യരാജാക്കന്മാരായിരുന്നു. പാണ്ഡ്യരാജ്യത്തിൽ നിന്ന് പിരിഞ്ഞു വന്ന ആൾക്കാരാണ് പന്തളത്തിൽ വന്ന് അധിവസിച്ചത്. പാണ്ഡ്യരാജാക്കന്മാരുടെ കുലദേവത എന്ന് പറയുന്നത് മധുര മീനാക്ഷിയാണ്. ആ മധുര മീനാക്ഷി സങ്കല്പമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവിടെ ഉള്ളത്. ദുർഗാ സങ്കല്പമാണ് മാളികപ്പുറത്തുള്ളത്. അപ്പൊ അത് മാതൃ സങ്കല്പം തന്നെയാണ്. അത് അയ്യപ്പനും മാതൃസ്ഥാനം തന്നെയാണ്. ആ സ്ഥാനത്ത് തന്നെയാണ് അവിടെ മാളികപ്പുറത്ത് അമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മറ്റതൊക്കെ പലരും പറയുന്ന മഹിഷിയാണ് മാറി എന്നൊക്കെ പറയാം. അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഇപ്പൊ തന്നെ പറഞ്ഞ വാവർ എന്ന് പറഞ്ഞൊരു സങ്കല്പം എങ്ങനെയാണ് ആൾക്കാരുടെ മനസ്സിലേക്ക് പതിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ യശസ്വരീയനായ എം എൻ നമ്പ്യാർ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എം എൻ നമ്പ്യാരുടെ ഒരു ഗുരു രാജമാണിക്യം, അദ്ദേഹത്തിന്റെ പേരെങ്ങനെ, അദ്ദേഹം ഒരു നാടകം അവതരിപ്പിച്ചു, അയ്യപ്പ കഥ. ഒരുപാട് സ്ഥലത്ത് നാടകം പ്രദർശിപ്പിച്ചു. അതിൽ എം എൻ നമ്പ്യാരും ഉണ്ടായിരുന്നു. അതിലാണ് ഈ വാവർ എന്നൊരു കഥാപാത്രത്തെ ഉണ്ടാക്കിയത്. ഒരു ഡ്രാമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ വെറും ഒരു കഥാപാത്രമാണ്. അത് കഴിഞ്ഞിട്ട് മെരിലാൻ സുബ്രഹ്മണ്യം സ്വാമി അയ്യപ്പൻ ചെയ്തപ്പോ ഇതിന്റെ ഒരു ചൂട് പിടിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഇൻസ്പിറേഷൻ ആയിരിക്കാം, അതിലും വാവർ എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നു. നമ്മുടെ മോഹൻലാലിന്റെ വൈഫിന്റെ അച്ഛൻ ശ്രീ ബാലാജിയാണ് അതില് വാവരുടെ വേഷം അഭിനയിച്ചത്. അതാണ് വീണ്ടും വീണ്ടും ആൾക്കാരിലേക്ക് വന്നത്. മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് 73 74 മറ്റാണ് ആ സിനിമ റിലീസായത്. അതിനു മുമ്പ് വരെ തമിഴ്നാട്ടിൽ നിന്നോ തെലുങ്ക് നാട്ടിൽ നിന്നോ ഇത്രയും ആൾക്കാർ ശബരിമല വരുന്നുണ്ടായിരുന്നില്ല. വരുമായിരുന്നു, പക്ഷെ ഇത്രയും ആൾക്കാർ ഈ സിനിമ തമിഴ്നാട്ടിലും തെലുങ്കിലും കന്നഡയിലും എല്ലാം വളരെ വലിയ സൂപ്പർ ഹിറ്റുകളായി. അപ്പൊ അത് അയ്യപ്പസ്വാമിയുടെ ഒരു ചൈതന്യവും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വന്നു. അതാണ് കുറച്ച് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കപ്പെട്ടത്. അപ്പൊ അക്കൂട്ടത്തിൽ വാവരും അവരുടെ ഉള്ളിലേക്ക് കയറി. അത് എളുപ്പമല്ല അത് മാറ്റിയെടുക്കാൻ. പക്ഷേ ഭഗവാൻ തീരുമാനിച്ചാൽ മാറ്റാത്തൊന്നുമില്ല. ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട് വാവര് താനുമായിട്ട് ബന്ധമില്ല എന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കാലക്രമേണ അത് മാറിക്കോളും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അവർക്ക് വേണ്ടാത്തവരെ നമുക്കെന്തിനാണ്? അതെ, അവർക്ക് നിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യത്തിനെ എന്തിനാണ് ഹിന്ദുക്കള് ഏറ്റെടുക്കുന്നത്? അതാണ് മനസ്സിലാകുന്നത്. ആവശ്യം തീർച്ചയായിട്ടും ആവശ്യമില്ലാത്തൊരു കാര്യമല്ലേ അത്. നമുക്ക് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കലാലോകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, കലാപാരമ്പര്യമുള്ള ഒരു വ്യക്തി, സിനിമയിലൂടെ നാടകത്തിലൂടെ സംഭവിച്ചു പോയിട്ടുള്ള ഈ ഒരു കെട്ടുകഥയെ നമുക്ക് കലയിലൂടെ തന്നെ തിരുത്താൻ സാധിക്കുമെങ്കിൽ ശ്രമിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ലോകത്തിലുള്ള എല്ലാ അയ്യപ്പ ഭക്തന്മാരുടെയും സഹകരണത്തോടു കൂടി വാപുരന്റെ മാഹാത്മ്യം അറിയിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ വാപുരൻ വാവരായി മാറിയത് എന്നുള്ള കെട്ടുകഥ നമ്മള് സിനിമയിലൂടെ തന്നെ തിരുത്താൻ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനൊരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശ്രമിക്കാന്നുള്ളതാണ് കാര്യം. അതിന് അവസരമാണല്ലോ, അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഞാൻ തയ്യാറാണ്. അതിന് മുന്നിട്ട് ഒരാൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, അതിന് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ തയ്യാറായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% ഞാൻ അതിന് കൂടെ ഉണ്ടാവും. ഒരു സംശയം. ലോകത്തിലുള്ള എല്ലാ അയ്യപ്പ ഭക്തന്മാരും അതിന് സഹകരിക്കട്ടെ എന്ന് അയ്യപ്പസ്വാമിയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അത് ഭഗവാൻ തീരുമാനിച്ചു. ഭഗവാൻ അങ്ങനെ ഒരു സിനിമ ഉണ്ടാവണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടന്നിരിക്കും. അത് എപ്പോഴും ഇത്രയും ഒരു നമുക്ക് അതായത് നമ്മുടെ ഒപ്പമുള്ള അയ്യപ്പനുള്ള പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോടൊപ്പം ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ അയ്യപ്പനുമായിട്ടുള്ള ആത്മബന്ധം അതാണ്. അതായത് അമ്മമാർക്ക് മകനെ പോലെ, സഹോദരിമാർക്ക് സ്വന്തം സഹോദരനെ പോലെ, പ്രായമുള്ളവർക്ക് മക്കളെ പോലെ, അല്ലെ കുട്ടികൾക്ക് സ്വന്തം ജ്യേഷ്ഠനെ പോലെ, അങ്ങനെ ഒരു അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ദൈവീയ സങ്കല്പത്തിൽ ഉപരിയായിട്ട് നമ്മുടെ ഒരു ആത്മ ചൈതന്യം, അല്ലെങ്കിൽ നമ്മളുമായിട്ട് അത്ര ഇഴുകി ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് അയ്യപ്പൻ. അപ്പൊ അതാണ് അയ്യപ്പ സ്വാമിക്ക് മറ്റ് ഈശ്വരന്മാരിൽ നിന്നുള്ള വ്യത്യാസം.